പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത 7ാം ക്ലാസ് പൊതുപരീക്ഷ ഫിഖ് മുഴുവൻ മാർക്കും നേടി +, കരസ്ഥമാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ പാഠങ്ങൾ പഠിക്കണം, കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പർ ഏത് രൂപത്തിലായിരുന്നു എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി കാണുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം, നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യം അറിയിക്കുകയാണ്. ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ ഉത്തരസഹിതമൊന്ന് വായിക്കാം. ഒന്നാമതായി ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം, യോജിപ്പിക്കുക എന്നതാണ്. അതിൽ 5 ചോദ്യങ്ങളുണ്ട്. ഉത്തരങ്ങൾ ഡിസോർഡറായി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ചോദ്യത്തിന് നേരെയും ശരിയായത് എഴുതി കൊടുക്കാനാണ്. ഒന്നാമത്തത്, മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് തഹാറത്ത്. 2, വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകും ഖുർആൻ ഓതൽ. 3, ഒട്ടകത്തിൻ്റെ സക്കാത്തിൽ ചുരുങ്ങിയ കണക്ക് 5. നാലാമത്തത്, ഹജ്ജിൻ്റെ ഫർളുകളുടെ എണ്ണം 6 ആണ്. 5, സംയോഗം കൊണ്ടുള്ള അശുദ്ധിക്ക് പറയപ്പെടും ജനാബത്ത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത് നോക്കൂ, ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അതിലും 5 ചോദ്യം നൽകിയിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും 3 കള്ളികളിലായി 3 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ശരിയായ ഉത്തരത്തിൻ്റെ കള്ളിയിൽ നമ്മൾ ടിക്കിട്ട് കൊടുത്താൽ മാത്രം മതി. വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ചേ കൈകാര്യം ചെയ്യാവൂ. കാരണം ഇങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഉടനെ നമ്മൾ വേഗം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറിപ്പോകും, നമ്മുടെ മാർക്കിനെ അത് ബാധിക്കും. ഒന്നാമത്തത്, കുളി സുന്നത്തുള്ള നിസ്കാരം ജുമുഅയാണ്. രണ്ടാമത്തത്, 8 കാലിയുടെ വല നജസ് തോഹിർ മുത്തനജിസ്, അത് തോഹിറാണ്. മൂന്നാമത്തത്, തയമ്മുമിന് മുമ്പ് നജസ് നീക്കൽ ഷർത്താണ്, ഫർളല്ല ഷർത്താണ്, മാറിപ്പോകരുത്. നാലാമത്തത്, ലഘുവായ നജസ് ഏതാണ്? മുഅല്ലദ് കടുപ്പം കൂടിയതാണ്, മുത്തവസ്സിത്ത് മിഡിലാണ്, നടുവിൽ വരുന്നതാണ്, ഏറ്റവും ലോ മുഖഫഫാണ്. അഞ്ചാമത്തത്, മുഹറമാത്തുൽ ഇഹ്റാമിൽ പെട്ടതാണ്. ഇതിലേതാണ്? നോമ്പാണോ, സുജൂദ് ചെയ്യലാണോ, നിക്കാഹോ? നിക്കാഹാണ് ഇഹ്റാമിൽ ഹറാമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിട്ടുള്ളത്. ഇനി മൂന്നാമത്തത്, വിധി എഴുതുക എന്നുള്ള ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ കമൻറ്റിലൂടെ സന്തോഷത്തിന് എഴുതി അറിയിക്കുകയും ചെയ്യുക. വിധി എഴുതുക എന്നുള്ളതിൽ 5 ചോദ്യമുണ്ട്. ഒന്നാമത്തത്, റമദാനിൽ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ്. 2, തഹല്ലുലിൽ സ്ത്രീ തലമുടി കളയൽ കറാഹത്താണ്. 3, ഇഹ്റാം ചെയ്യാത്തവർ ഹറമിലെ മരം മുറിക്കൽ ഹറാമാണ്. 4, ഫർള് നോമ്പിന് രാത്രി തന്നെ നിയ്യത്ത് ചെയ്യൽ വാജിബാണ്. ഫർള് നോമ്പ് പറഞ്ഞാൽ റമദാനത്തെ നോമ്പ് നിർബന്ധമായിട്ടുള്ള നോമ്പാണ്. അപ്പോൾ റമദാനിൽ പകല് പറ്റില്ല, രാത്രി തന്നെ നിയ്യത്ത് ചെയ്യണം. 5, ജന്നത്തുൽ ബഖീയിൽ എന്നും സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ ഇങ്ങനെ 5 ചോദ്യങ്ങൾക്കുള്ള വിധികൾ ഈ രൂപത്തിലാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നാലാമത്തത് വായിക്കാം. അതിനു മുമ്പ് ഇപ്പോൾ വായിച്ച 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും വേഗം അറിയണമെങ്കിൽ പാഠഭാഗവുമായി നമുക്ക് നല്ലോണം ബന്ധമുണ്ടാവണം. ഒറ്റപ്പെട്ട 1 വേർഡ് ചോദ്യങ്ങളാണ്. നല്ലോണം പാഠം വായിച്ചവർക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ പാഠവും നന്നായി വായിക്കുക. നാലാമത്തത്, വിട്ടത് ചേർക്കുക എന്നൊരു ചോദ്യമാണ്. അതിലൊന്ന്, അസ്സലാമു അലൈക യാ ഖലീഫത്ത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജസാക്കല്ലാഹു അൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദിൻ ഖൈറാ. അങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്. രണ്ടാമത്തത്, യാ അയ്യുഹന്നാസു ഇസ്ഔ ഫൈന്ന സഅയ ഖദ് കുതിബ അലൈക്കും. സത്യവിശ്വാസികളെ നിങ്ങൾ സഅയ് ചെയ്യുക, സഅയിൻ്റെ പ്രതിഫലത്തെ നിങ്ങൾക്ക് രേഖപ്പെടുത്തപ്പെടും. മൂന്നാമത്തത്, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വശറാബഹു. മോശമായ സംസാരവും പ്രവൃത്തിയും ഒഴിവാക്കുന്നില്ലെങ്കിൽ പിന്നെ പട്ടിണി കിടക്കുന്നത് കൊണ്ട് അള്ളാഹ്ക്ക് അതിൽ യാതൊരു ആവശ്യവും ഇല്ല.
അഥവാ നോമ്പ് എടുത്തിട്ടും നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതെ മോശപ്പെട്ടത് ചെയ്യുകയാണെങ്കിൽ ആ പട്ടിണി കൊണ്ട് കാര്യമില്ല എന്ന് സാരം. ഇനി അഞ്ചാമത്തത് ഉത്തരം എഴുതുക എന്ന ചോദ്യമാണ്. അതിലും 5 ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ചു വായിക്കാം. ഒന്നാമത്തത്, മക്കയിലുള്ളവരുടെ ഉംറയുടെ മീക്കാത്ത് ഹറമിന് പുറത്ത്. 2, വുളു ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേര് ചെറിയ അശുദ്ധി. മൂന്നാമത്തത്, സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ട വർഷം ഹിജ്റ 2. നാലാമത്തത്, അറഫയിൽ നിന്ന ശേഷം നിർവഹിക്കേണ്ട ത്വവാഫുൽ ഇഫാദത്തി. 5, തയമ്മുമിൻ്റെ ഫർളുകളിൽ ഒന്നാമത്തത് എന്താണ്? നിയ്യത്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഒരു തവണ കേട്ടിട്ട് പഠിയുന്നില്ലെങ്കിൽ മറ്റൊരു തവണ കൂടെ കേട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. 6ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗത്തിനോട് യോജിപ്പിക്കുക. 6 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ ഒഴിച്ചിട്ട് അപ്പുറത്ത് അതിൻ്റെ ഉത്തരം ഡിസോർഡറായി കൊടുത്തിട്ടുണ്ട്. ഓരോ ചോദ്യത്തിന് നേരെയും ശരിയായത് തിരഞ്ഞെടുക്കണം. 1, നോമ്പ് മുറിയുന്ന കാര്യം, അതുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണ. ചെറിയൊരു ബന്ധമേ ഉണ്ടാവുകയുള്ളൂ. ആ ബന്ധം കണ്ടെത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഖുർആൻ ഓതൽ, വുളൂ ചെയ്യൽ. വലിയ അശുദ്ധി, കുളിക്കുക. മുഖം തടവൽ, ചില ആളുകൾ അത് വുളൂ ചെയ്യലെന്ന് എഴുതു. മുഖം തടവൽ എന്നതിനോട് യോജിച്ചത് തയമ്മുമാണ്. വുളൂവും പറ്റുമെങ്കിലും അങ്ങനെയാകുമ്പോൾ അവിടെ ഖുർആൻ ഓതുന്നതിനിക്ക് നമുക്ക് എഴുതാൻ ഉത്തരം ഉണ്ടാവില്ല. 5ാമത്തത്, 7 തവണ കഴുകണം. ഏതാണ്? മുഅല്ലലാണ്. ലഹരി ദ്രാവകങ്ങൾ, അത് മുത്തവസ്സിത്താണ്, മാറിപ്പോകരുത്. മുഅല്ലദ് നായ പന്നി മാത്രമേ ഉള്ളൂ. ഈ ലഹരി ദ്രാവകങ്ങളൊക്കെ വരുന്നത് മുത്തവസ്സിത്താണ്. മുഖഫഫിൽ നമ്മൾ പറഞ്ഞല്ലോ, 2 വയസ്സാവാത്ത പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രമാണ് അതിൽ വരുന്നത്. ബാക്കിയെല്ലാം വരുന്നത് മുത്തവസ്സിത്തിലാണ്. പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. 7ാമത്തത്, വിശദമാക്കുക. ഈ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചോദ്യമാണ് വായിക്കാൻ പോകുന്നത്. 1ാമത്തത്, മുഖഫഫായ നജസ്, 2 വയസ്സ് പൂർത്തിയാകാത്ത, പാൽ അല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രമാണ്. 2ാമത്തത്, ഹജ്ജും ഉംറയും വാജിബാകാനുള്ള 4 ഷർത്തുകൾ. മുസ്ലിമാവുക, മുക്കല്ലഫാവുക, മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി, ബുദ്ധി ഉണ്ടാവുക, സ്വതന്ത്രനാവുക അഥവാ അടിമ അല്ലാതിരിക്കുക, കഴിവുണ്ടാവുക. ഇതാണ് ഹജ്ജും ഉംറയും നിർബന്ധമാകാനുള്ള 4 നിബന്ധനകൾ. 3ാമത്തത്, തയം, ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും 2 കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് 8ാമത്തത്, സാരം എഴുതുക. ആശയം, അർത്ഥം എഴുതാനാണ്. 1ാമത്തത്, മൻ ഹജ്ജ ഫലം യസുറുനി ഫഖദ് ജഫാനി, ഒരാൾ ഹജ്ജ് ചെയ്തു, അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല, എന്നാൽ അവന് എന്നോട് പിണങ്ങി. 2ാമത്തത്, അല്ലാഹുമ്മ ഗുഫിർലി സുനൂബി വഫ്തഹ്ലി അബ്വാബ ഫദ്ലിക, അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേ, നിൻ്റെ ഔദാര്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ. ഇതാണ് അതിൻ്റെ സാരം, ആശയം. ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു കാര്യം നമുക്കുറപ്പായി, ഏത് പാഠത്തിൽ നിന്നാണ് ചോദ്യം വരിക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. 1 മുതൽ അവസാനത്തെ പാഠത്തിൽ നിന്ന് വരെ നമുക്ക് ചോദ്യം കണക്കാക്കാം. അതുകൊണ്ട് എല്ലാ പാഠങ്ങളും നന്നായി കൃത്യമായി പഠിച്ചു വെക്കുക. ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ആയത്ത്, ഹദീസിൻ്റെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഓരോന്നിൻ്റെ വിധികൾ, സുന്നത്ത്, വാജിബ്, കറാഹത്ത് തുടങ്ങിയിട്ടുള്ള വിധികൾ, 1 വേർഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും, അതേ പ്രകാരം തന്നെ കൂടുതലായി നമ്മൾ കണക്കിലെടുക്കേണ്ടത് അരക്കൊല്ല പരീക്ഷ, അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠഭാഗങ്ങൾ. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ആ ഭാഗം എല്ലാവരും അരിച്ച് പൊറുക്കി നന്നായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് പറഞ്ഞ രൂപത്തിൽ പഠിച്ചാൽ തീർച്ചയായും നമുക്കെല്ലാവർക്കും ടോപ്പ്ലസോടുകൂടെ വിജയിക്കാൻ കഴിയട്ടെ. മറ്റു വിഷയങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട്, ഉപയോഗപ്പെടുത്തുക. നല്ല പരീക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനിയും വരാനുണ്ട്. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദിയായി കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക.